പതുക്കെ. സൂക്ഷിച്ച്. വിഷ്ണുട്ടാ, ഇതിൽ കേറിക്കോ വിഷ്ണുട്ടാ. രാമേട്ടാ, ഇവരെ ഒന്ന് അതൊന്നും വേണ്ട. ഇനി ഇതിന്റെ അകത്ത് വന്നിറങ്ങുന്നുണ്ട് അവിടെ അമ്മയുടെ പ്രഷർ കയറും. എന്തിനാ വെറുതെ? എന്നാ ഓട്ടോ സ്റ്റാൻഡ് വരെ രാമേട്ട ആക്കി തരും. രാമേട്ടാ. ശരി മോളെ. ഞാൻ ഇറങ്ങട്ടെ. വാച്ച അച്ഛ ഇവിടെയാണ്. ഇവിടെ കയറി. ശരദാമ, മോളെ, രോഹിത് വന്നത് ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോവാനാ. എന്തിനാ വീണ്ടും ബഹളം ഉണ്ടാക്കി തിരിച്ചു പോരാനോ? ഞാൻ വിളിച്ചോണ്ട് പോകാൻ വന്നത് ഞാൻ കല്യാണം കഴിച്ച എന്റെ പെണ്ണിനെയാ. ഈ പെണ്ണ് തന്നെയാ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് രാത്രി ഫോൺ ചെയ്യുന്നത്. അവളെന്റെ ഭാര്യയാ. ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ടലും അടിയും ബഹളവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ കഴിയുന്നവർക്ക് മനസ്സിലാവും. ശ്യാമേ, കേട്ടല്ലോ. ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് ദാമ്പത്യ ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഉണ്ടാവൂ. ഇനി നിന്റെ ജീവിതം നിന്റെ കയ്യില. മറ്റൊന്നും എനിക്ക് പറയാനില്ല. കൊണ്ടുപോകുന്നത് അധികാരം അവകാശമൊക്കെ ഉള്ള ആള് തന്നെയാ. അതിലാരും വേദനിച്ചിട്ട് കാര്യമില്ല. മോളെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എന്നെ പറഞ്ഞു വിടല്ലേ ചേച്ചമ്മ. ചേച്ചമ്മ എന്നോട് പറഞ്ഞു വിടല്ലേ ചേച്ചമ്മ. എനിക്ക് പേടിയാ. ഞാൻ ഇവിടെ നിന്നോളാം. മോനെ, ഇപ്പൊ നീ ശ്യാമയും കൊണ്ട് പോ. പപ്പി മോളെ ഞാൻ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കുഞ്ഞുങ്ങളല്ലേ, മനസ്സിൽ പതിഞ്ഞത് പെട്ടെന്ന് മായില്ല. ഞാനിവിടെ ചേച്ചമ്മയുടെ കൂടെ നിന്നോളാം. ചേച്ചമ്മ പറ. ചേച്ചമ്മ എന്നെ കൊണ്ടുവരുതെന്ന് പറ. ഞാൻ ഇവിടെ നിന്നോളാം. രോഹിത്, ഞാൻ വരാം. പപ്പിയെ നമുക്ക് പിന്നെ കൊണ്ടുപോവാം.